ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. വേറൊന്നുമല്ല, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചിരുന്നാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഒന്ന് കണ്ടിരിക്കുക. പേഴ്സണലി പറയുവാണെങ്കിൽ തുടക്കകാലങ്ങളിൽ ഞാനും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ഇത് നഷ്ടം വന്ന എൻ്റെ ക്യാപിറ്റലിൽ നല്ലൊരു ശതമാനം പോവുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് 1000 രൂപ നഷ്ടം വരുമല്ലോ, 2000 രൂപ നഷ്ടം വരുമല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ഓർഡേഴ്സും പ്ലേസ് ചെയ്യാറുള്ളത്. മാത്രമല്ല, ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയിരുന്ന ടെക്നിക്കൽ അനാലിസിസ് ചെയ്യും. ഇത് ഞാൻ ചെയ്തത് കറക്റ്റാണോ, കറക്റ്റ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ ഫോം ആകുകയാണെങ്കിൽ ട്രേഡ് കംപ്ലീറ്റ്ലി ഞാൻ ക്ലോസ് ചെയ്ത് കളയും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം പേഴ്സണലി ഞാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. അതുമാത്രമല്ല, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, എവിടെ എത്തി, കയറിയോ ഇറങ്ങിയോ. നമുക്ക് ഒരു സമാധാനം ഇല്ലാതെ വളരെയധികം ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചിരുന്നിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. വേർത്ത് കുളിച്ചിരുന്ന് പലരും ട്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി പറയുവാണെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ തുടക്കകാലങ്ങളിൽ ഈ ഒരു സെയിം അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, പ്രോപ്പറായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഒട്ടുമുക്ക എല്ലാ ട്രേഡേഴ്സും ഇതൊക്കെ കടന്നു തന്നെയാണ് പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പേടിച്ച് വിറച്ചിരുന്ന് ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. വേറൊന്നുമല്ല, ശരിയായ രീതിയിൽ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടിരുന്ന് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയും. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മളവിടെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചിരുന്ന് ട്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇതിനകത്ത് വരുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ പേടിയും ടെൻഷനും ഒക്കെ തുടക്ക സമയങ്ങളിൽ വരുന്നത്? പ്രോപ്പറായിട്ടുള്ള ഫ്രെയിം വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, എവിടെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യണം, അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് ഇല്ല. ഒരു സ്ട്രാറ്റജി യൂട്യൂബിൽ എവിടെയെങ്കിലും നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി വെച്ച് വർക്കൗട്ട് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബയ്യോ സെല്ലോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പേടിയും ഇതൊക്കെ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ടാണ്. നഷ്ടം വന്നു കഴിഞ്ഞാൽ എത്ര നഷ്ടം വരുമെന്ന് നമുക്ക് അറിയത്തില്ല. ലാഭം കിട്ടുമ്പോഴോ എത്ര രൂപ ലാഭം കിട്ടുമെന്നും നമുക്കറിയത്തില്ല. നഷ്ടം വരുന്ന സമയത്ത് എത്ര നഷ്ടം വരുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഫിയർ വരും, പേടി നമുക്ക് തോന്നും, സ്വാഭാവികമാണ്. ലാഭം കിട്ടുന്ന സമയത്ത് എത്ര രൂപ ലാഭം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ലാഭം ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ അവിടെ ഗ്രീഡ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ 2-3 ട്രേഡ് നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ കോൺഫിഡൻ്റ് ആകും. അങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജിക്കൽ ഇമോഷണലി ലാസ്റ്റ് നമ്മൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള, ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുവാണ് എന്ന് കരുതുക. എൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്. അതിൻ്റെ 1% ഞാൻ റിസ്ക് വയ്ക്കുന്നു. 1% ശ്രദ്ധിക്കുക. അപ്പോൾ 1000 രൂപയാണ് ഞാൻ ഒരു ട്രേഡിൽ വയ്ക്കുന്ന റിസ്ക്. 1:2 റിസ്ക് റിവാർഡായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1:2 എന്ന് പറയുമ്പോൾ 1000 രൂപ റിസ്ക് വയ്ക്കുന്നു, 2000 രൂപയായിരിക്കും ഞാൻ റിവാർഡായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു ട്രേഡ് എടുക്കുവാണെന്ന് കരുതുക. ആ ട്രേഡിൽ നഷ്ടം വന്നാൽ എത്ര രൂപ നഷ്ടമെന്നും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയാണ് എനിക്ക് കിട്ടുന്ന ലാഭമെന്നും ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇപ്പോഴേ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. നേരത്തെ പറഞ്ഞ അൺസർട്ടനിറ്റി ഇവിടെ ഇല്ല. അതായത് നഷ്ടം വന്നാൽ എത്ര രൂപ നഷ്ടം വരുമെന്ന് നമുക്ക് ഇവിടെ അറിയാം, നേരത്തെ ചെയ്യുന്ന സമയത്തോ അവിടെ അറിയത്തില്ല. ഇവിടെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല, ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡായിട്ടിരുന്ന് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയും. കാരണം എനിക്കറിയാം, നഷ്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആയിരിക്കും എനിക്ക് നഷ്ടം വരുന്നത്. അതായത് 1000 രൂപയായിരിക്കും എനിക്ക് നഷ്ടം വരുന്നത്. ലാഭം കിട്ടുന്ന സമയത്തോ 2000 രൂപയായിരിക്കും എനിക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് പേടിയില്ലാതെ ടെൻഷൻ അടിക്കാതെ വളരെ ഫ്രീ മൈൻഡായിട്ടിരുന്ന് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്ത ദിവസം ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡിൽ എനിക്ക് എത്ര രൂപ നഷ്ടം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്കറിയാം 1000 രൂപയാണ് എനിക്ക് നഷ്ടം വരുന്നത്. ലാഭം കിട്ടിയാൽ എത്ര ലാഭം കിട്ടും? 2000 രൂപയാണ് എനിക്ക് ലാഭം കിട്ടുന്നത്. ഇനി 2027 ജാനുവരി 1-ാം തീയതി എടുക്കുന്ന ട്രേഡിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നഷ്ടം വരും? എനിക്ക് ഇപ്പോഴേ അറിയാം, 1%, 1000 രൂപയാണ് എനിക്ക് വരുന്ന നഷ്ടം. 1:2 റിസ്ക് റിവാർഡാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. TP ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ ലാഭം കിട്ടും. ഇവിടെ എനിക്ക് ഇപ്പോഴേ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അറിയാം, അടുത്ത വർഷത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സെർട്ടനിറ്റി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പേടിക്കാതെ ടെൻഷൻ അടിക്കാതെ ഫ്രീ മൈൻഡായിട്ടിരുന്ന് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഇല്ല, ഒരു സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാണ്, നമ്മൾ ടെൻഷൻ അടിക്കും, പേടിച്ച് വിറച്ചിരുന്ന് ട്രേഡ് ചെയ്യേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നഷ്ടം വരുമ്പോൾ എത്ര നഷ്ടം വരുമെന്ന് എനിക്കറിയത്തില്ല. 50,000 രൂപ P&L കാണിക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ 40,000 രൂപ നഷ്ടമെന്ന് കാണിക്കും, ചിലപ്പോൾ 50,000 രൂപ പ്രോഫിറ്റ് എന്ന് കാണിക്കും. ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ആ സമയത്താണ് നമ്മൾ വേർക്കുന്നത്, പേടിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത്.
അയ്യോ എൻ്റെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു ഫിയറും ഇതെല്ലാം നമുക്ക് വരുന്നതിന് കാരണം ഈ ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ശ്രദ്ധിക്കുക, ആ ഒരു അൺസർട്ടനിറ്റിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഫിയറിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജിക്കലി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും. പലരും ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. പ്രശ്നം ഇവിടെ നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജിയോ ബാക്കി കാര്യങ്ങളൊന്നും അല്ല, ആ അൺസർട്ടനിറ്റിയാണ്. ആ അൺസർട്ടനിറ്റിയെ ഓവർകം ചെയ്യുന്നതിലൂടെ, ബീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയും. ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ മൈൻഡായിട്ട് ഇരുന്ന് തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടും എനിക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ട്രേഡിങ്ങിനകത്ത് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് പ്രൊഫഷണലിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻഷനും ഇല്ല, പേടിയില്ല, ഒന്നും തന്നെ ഇല്ല. ഫ്രീ ആയിട്ട് ഇടുക, ട്രേഡ് പ്ലേസ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് വിട്ട് കളയുക. ക്വാർട്ടർലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഒരു 3 മാസത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണ് എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഇപ്പോൾ 1:2 റിസ്ക് റിവാർഡൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് 90% വിൻ റേറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല. വെറും ഒരു 50% വിൻ റേറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പേടിക്കാതെ, ടെൻഷൻ അടിക്കാതെ ഈ പറയുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം. ആ ഫ്രെയിം വർക്ക് അങ്ങ് ഫോളോ ചെയ്യുക. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അല്ലാതെ ടെൻഷൻ അടിക്കേണ്ടതോ പേടിച്ച് വിറച്ചിരുന്ന് ട്രേഡ് ചെയ്യേണ്ടതോ യാതൊരു ആവശ്യം തന്നെ ഇതിനകത്ത് വരുന്നില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു അൺസർട്ടനിറ്റിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ സെർട്ടനിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ട്രേഡിംഗ് സൈക്കോളജിക്കലി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇഷ്യൂസിലൂടെ പേടിച്ച് വിറച്ചിരുന്ന് ടെൻഷൻ അടിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റലിനെ നല്ലൊരു എമൗണ്ടിനെയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നതൊക്കെ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും ട്രേഡിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ട്രാറ്റജി കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് കഴിയില്ല. ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, അതിന് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിലെ 1-2% വരെ മാത്രമേ ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടോട്ടൽ മുഴുവൻ ക്യാപിറ്റലിൻ്റെ 1-2% മാത്രമേ ഒരൊറ്റ ട്രേഡിൽ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 50%, 60% കൊണ്ട് ഒറ്റ ട്രേഡിൽ റിസ്ക് വയ്ക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ 50% ഒരു ട്രേഡിൽ റിസ്ക് വയ്ക്കുന്നത്. 1 ലക്ഷം എൻ്റെ ക്യാപിറ്റൽ, 50,000 രൂപയായിരിക്കും ഒറ്റ ട്രേഡിൽ. 2 ട്രേഡ് ആയപ്പോൾ എൻ്റെ കരിയർ അവിടെ തീർന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കരിയർ തീർക്കാൻ വേണ്ടിയിട്ട് ആർക്കും വിട്ടുകൊടുക്കരുത്. ശ്രദ്ധിക്കുക, നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1-2% വരെ മാത്രമേ മാക്സിമം പെർ ട്രേഡിൽ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. ജസ്റ്റ് സ്ട്രാറ്റജി മാത്രം 90% വിൻ റേറ്റുള്ള സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് 90% വിൻ റേറ്റുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുന്നു, അതിൽ 9 ട്രേഡ് പ്രോഫിറ്റ് കിട്ടും, ഒറ്റ ട്രേഡായിരിക്കും നഷ്ടത്തിലേക്ക് പോകുന്നത്. ഈ 9 ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റ് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ട്രേഡിൽ നിങ്ങൾ കൊണ്ട് കളയും. ഇതിനെ നമ്മൾ ലോസ് അവേർഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യാതെ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂസ്ലി ട്രേഡ് ചെയ്ത് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ മനസ്സിലായി, സ്ട്രാറ്റജി മാത്രം പോരാ, റിസ്ക് മാനേജ്മെൻറ്റ് വേണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്കും ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റും അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സൈക്കോളജിയും കൂടെ ബിൽഡാകുന്നതിലൂടെ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുള്ളൂ. ശ്രദ്ധിക്കുക, അവിടെ സൈക്കോളജിയും കൂടെ ബിൽഡാകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.